ഇന്ന് നമ്മൾ ട്രാൻസിയൻറ്റ് അനാലിസിസ് ഇൻ പവർ സിസ്റ്റം സബ്ജക്റ്റിൻ്റെ ഫസ്റ്റ് മോഡ്യൂളാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ട്രാൻസിയൻറ്റ് അനാലിസിസ് ഇൻ പവർ സിസ്റ്റം, അതായത് ട്രാൻസിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പവർ സിസ്റ്റത്തിൽ വരുന്ന ട്രാൻസിയൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മുടെ സിസ്റ്റത്തിൽ വരുന്ന ഓവർ വോൾട്ടേജ് അങ്ങനെയുള്ള കണ്ടീഷൻസൊക്കെയാണ് നമ്മൾ ട്രാൻസിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ട്രാൻസിയൻസിൽ നിന്നൊക്കെ നമുക്ക് നമ്മുടെ പവർ സിസ്റ്റത്തിൽ, അതായത് ഓരോ അപ്പാരറ്റസിനെയും നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ പ്രൊട്ടക്ഷനെ പറ്റിയിട്ടും ഇങ്ങനെ ഉണ്ടാകുന്ന ട്രാൻസിയൻറ്റ് കണ്ടീഷൻസിനെ പറ്റിയാണ് നമ്മൾ മെയിൻലി ഈ സബ്ജക്റ്റിൽ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള എന്താണ് ട്രാൻസിയൻസ്, എന്തിനാണ് നമ്മൾ ട്രാൻസിയൻസിൽ നിന്ന് എന്തിനാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്? നമുക്ക് കണ്ടിന്യൂറ്റി ഓഫ് സർവീസ് ആൻഡ് ഇലക്ട്രിക് സപ്ലൈ ഒക്കെ കിട്ടണം. അതുപോലെ നമുക്ക് നമ്മുടെ ട്രാൻസ്മിഷൻ ലൈൻസിനെയും പവർ അപ്പാരറ്റസിനെയൊക്കെ ഈ ഓവർ വോൾട്ടേജസിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യണം. മെയിൻലി നമുക്ക് ഏതൊക്കെ കാരണം കൊണ്ടാണ് ഈ ഓവർ വോൾട്ടേജസ്, അതായത് പ്രതീക്ഷിക്കാതെ സമയത്തുള്ള ഈ ഡിസ്റ്റർബൻസസ് ഒക്കെ ഉണ്ടാകുന്നത് ഏതൊക്കെ ടൈമിലാണ്? നമ്മുടെ ലൈറ്റ്നിങ് ഓവർ വോൾട്ടേജസ് ഉണ്ടാകും. അതുപോലെ സ്വിച്ചിങ് ചെയ്യുമ്പോഴത്തേക്കുള്ള ഓവർ വോൾട്ടേജസ് ഉണ്ടാകും. ഇതാണ് മെയിൻലി നമുക്ക് വരുന്ന ഓവർ വോൾട്ടേജസ്, ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൽ വരുന്ന ഓവർ വോൾട്ടേജസ്. അപ്പോൾ ഈ ലൈറ്റ്നിങ് ഓവർ വോൾട്ടേജ് എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ഫിനോമിനയാണ്. പക്ഷേ സ്വിച്ചിങ് ഓവർ വോൾട്ടേജ് എന്ന് പറയുന്നത് നമ്മൾ സർക്യൂട്ട് ബ്രേക്കർ കോൺടാക്ട്സിൻ്റെ കണക്ഷൻ, ഡിസ്കണക്ഷൻ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും അതിൻ്റെ ഇടയ്ക്ക് ഇൻട്രപ്ഷൻ ഓഫ് ഫോൾസ് അതൊക്കെ ഉണ്ടാകുമ്പോൾ ഉള്ളതാണ് ഈ സ്വിച്ചിങ് ഓവർ വോൾട്ടേജസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുന്നത് എല്ലാം ടെമ്പററി ആണ്, അതായത് പെർമനൻ്റ് ആയിട്ടൊന്നുമില്ല, ജസ്റ്റ് വന്നു പോകുന്ന ഒരു സംഭവമാണ് ഈ ട്രാൻസിയൻ്റ് ആയിട്ട് വരുന്ന ഓവർ വോൾട്ടേജസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫോൾട്ട് ക്ലിയറിങ് പ്രോസസ്സ്, അതായത് നമ്മൾ ഈ പെട്ടെന്നൊരു ഇത് നമ്മുടെ സിസ്റ്റത്തിൽ വന്നു കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഐസൊലേറ്റ് ചെയ്യണം, അതിൻ്റെ ഫോൾട്ട് ക്ലിയർ ചെയ്യണം. ഇപ്പോൾ സ്വിച്ചിങ് വന്നു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ആ പവർ സിസ്റ്റത്തിൽ നിന്നും അതിൻ്റെ ഫോൾട്ട് ക്ലിയർ ചെയ്യണം. അതൊക്കെയാണ് നമുക്ക് മെയിൻലി ഈ സബ്ജക്റ്റിൽ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഇനി നമ്മൾ പഠിക്കേണ്ടത് ലൈറ്റ്നിങ് ഫിനോമിന. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്ന ഓവർ വോൾട്ടേജ് ആണ് ലൈറ്റ്നിങ് ഫിനോമിന എന്ന് പറയുന്നത്. അപ്പോൾ ലൈറ്റ്നിങ് എന്താണ്? ലൈറ്റ്നിങ് ഫിനോമിനൻ ഇസ് എ പീക്ക് ഡിസ്ചാർജ് ഇൻ വിച്ച് ചാർജ് അക്യുമുലേറ്റഡ് ഇൻ ദ ക്ലൗഡ്സ് ഡിസ്ചാർജസ് ഇൻ ടു എ നൈബറിങ് ക്ലൗഡ് ഓർ ടു ഗ്രൗണ്ട്. അപ്പോൾ ലൈറ്റ്നിങ് ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ മഴ സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെ മഴ വരാനായിട്ട് കാർമേഘം വരുമ്പോഴത്തേക്ക് എന്താണ് സംഭവിക്കുന്നത്? ക്ലൗഡ്സിൽ ചാർജസ് ഉണ്ടാകും. ആ ചാർജസ് നൈബറിങ് ക്ലൗഡ്സിലോട്ടോ അല്ലെങ്കിൽ ഗ്രൗണ്ടിലോട്ടോ അതെന്ത് ചെയ്യും? ഡിസ്ചാർജ് ചെയ്യും. അങ്ങനെ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫിനോമിനനാണ് ലൈറ്റ്നിങ് എന്ന് പറയുന്നത്. ഇത് ദ ഇലക്ട്രോഡ് സെപ്പറേഷൻ, അതായത് ക്ലൗഡ് ടു ക്ലൗഡ് അല്ലെങ്കിൽ ഒരു ക്ലൗഡ് ടു ഗ്രൗണ്ട് ഒരു 10 കിലോമീറ്റർ അതായിരിക്കും അതിൻ്റെ ഒരു റേഞ്ച് എന്ന് പറയുന്നത്. അങ്ങനെ ഉണ്ടാകുന്ന ഒരു സംഭവമാണ് ലൈറ്റ്നിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നതാണ് ലൈറ്റ്നിങ്ങിൻ്റെ ഒരു നമ്മുടെ ക്ലൗഡ്സിലുള്ള ചാർജ് ഡിസ്ട്രിബ്യൂഷനൊക്കെയാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ക്ലൗഡ്സിൽ ചാർജ് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ദ ഫാക്ടേഴ്സ് ദാറ്റ് കോൺട്രിബ്യൂട്ട് ടു ദ ഫോർമേഷൻ ഓർ അക്യുമുലേഷൻ ഓഫ് ചാർജ് ഇൻ ദ ക്ലൗഡ്സ് ആർ ടു മെനി. അതായത് ഒരുപാട് കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഈ ക്ലൗഡ്സിൽ ചാർജസ്, അതായത് പോസിറ്റീവ് ചാർജസ് കാണും, നെഗറ്റീവ് ചാർജസ് കാണും. ഇത് നമ്മുടെ ഐസ് ക്രിസ്റ്റൽസ്, അതായത് ഈ ക്ലൗഡ്സിൻ്റെ താഴെ എന്തായിരിക്കും? താഴെ മെയിൻലി നെഗറ്റീവ് ചാർജസ് ആയിരിക്കും, മുകളിൽ മെയിൻലി പോസിറ്റീവ് ചാർജസ് ആയിരിക്കും. അപ്പോൾ മുകളിൽ കൂടുതലും ഐസ് ക്രിസ്റ്റൽസ് ആയിരിക്കും. ഓക്കെ, താഴെ റെയിനി പാർട്ടായിരിക്കും. താഴെ ലോവർ പാർട്ടിൽ റെയിൻ ആയിരിക്കും, മുകളിൽ ഐസ് ക്രിസ്റ്റൽസ് ആയിരിക്കും. പിന്നെ ദീസ് ചാർജ് സെപ്പറേഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദ ഹൈറ്റ് ഓഫ് ദ ക്ലൗഡ്സ്, അതായത് ഈ ക്ലൗഡ്സിൻ്റെ ഹൈറ്റ് അനുസരിച്ചാണ് ഈ ചാർജിൻ്റെ സെപ്പറേഷൻസ് കാണിക്കുന്നത്. ഓക്കെ, എന്നിട്ട് ഇനി ഇതാണ് നമ്മുടെ ഒരു സാധാ ഒരു ക്ലൗഡ്, അതായത് ഗ്രൗണ്ടുമായിട്ടുള്ള ആ ഡിസ്റ്റൻസും ക്ലൗഡിൻ്റെ ചാർജ് സെപ്പറേഷനൊക്കെയാണ് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി മെക്കാനിസം ഓഫ് ലൈറ്റ്നിങ് സ്ട്രോക്ക്, എങ്ങനെയാണ് ലൈറ്റ്നിങ് സ്ട്രോക്ക് ഉണ്ടാകുന്നത്? അതിന് മുന്നേ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇപ്പം നമ്മൾ കണ്ടില്ലേ, അതിനകത്ത് പോസിറ്റീവ് ചാർജസ് ഉണ്ട്, നെഗറ്റീവ് ചാർജസ് ഉണ്ട്. അപ്പോൾ ഇതിനകത്തെന്ന് പറയുന്നത് നമ്മുടെ ഒരു ബ്രേക്ക് ഡൗൺ പോയിൻ്റ് ഉണ്ട്. നമ്മൾ മറ്റേ ഇൻസുലേറ്റേഴ്സിൻ്റെയും അതിൻ്റെയൊക്കെ ഡയലക്ട്രിക്സിൻ്റെയൊക്കെ ഇത് പഠിച്ചപ്പോൾ നമ്മൾ ബിടെക്കിൽ പഠിച്ചിട്ടുണ്ട്. ബ്രേക്ക് ഡൗൺ സ്ട്രെങ്ത് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലൗഡ്സിന് ഒരു ബ്രേക്ക് ഡൗൺ പോയിൻ്റ് ഉണ്ട്, ക്ലൗഡ്സിൻ്റെ വോൾട്ടേജിന് ഒരു ബ്രേക്ക് ഡൗൺ പോയിൻ്റ് ഉണ്ട്. അപ്പോൾ ഈ ചാർജസ് അക്യുമുലേറ്റ് ചെയ്ത് ഒരു ബ്രേക്ക് ഡൗൺ പോയിൻറ്റിൻ്റെ എക്സീഡ് ചെയ്യുമ്പോഴാണ് ഈ ചാർജസ് എങ്ങോട്ടാവുന്നത്? ബ്രേക്ക് ഡൗൺ ആയി ഒന്നീ ഗ്രൗണ്ടിലോട്ടോ അല്ലെങ്കിൽ നിയർ ബൈ ക്ലൗഡ്സിലോക്കെ ഡിസ്ചാർജ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി മെക്കാനിസം പഠിക്കാം. മെക്കാനിസം ഓഫ് ലൈറ്റ്നിങ് സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ വെൻ ദ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് സം പോയിൻറ്റ് in the charge concentrated cloud exceeds the breakdown value of a moist ionized air, that is 10 kilowatt
per centimeter. An electric streamer with plasma starts towards the ground with a velocity of about 1/10 times that of the light. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഇപ്പോൾ ക്ലൗഡ്സിൻ്റെ ഒരു പോർഷനിൽ എന്താണ് ചാർജ് കോൺസെൻട്രേറ്റ് ചെയ്തേക്കുന്നത് അതിൻ്റെ ബ്രേക്ക് ഡൗൺ വാല്യൂവിനെ എക്സീഡ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ അതിനൊരു ബ്രേക്ക് ഡൗൺ വാല്യൂ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വാല്യൂ ഇപ്പോൾ ഇതിനകത്ത് 10 kV/cm പറയുകയാണെങ്കിൽ ആ ഒരു വാല്യൂവിനെ ആ ചാർജ് എക്സീഡ് ചെയ്യുകയാണെങ്കിൽ ഒരു ഇലക്ട്രിക് സ്ട്രീമർ അത് ഈ ലൈറ്റിൻ്റെ വെലോസിറ്റിനേക്കാളും 1/10 ടൈംസ് ആയിട്ടായിരിക്കും എന്താണ് ഈ സ്ട്രീമർ നമ്മുടെ ഗ്രൗണ്ടിലോട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് മെയിൻലി എന്താണ് ഒരു ഫ്ലാഷ് ലൈറ്റ്, അതായത് നമ്മൾ മിന്നൽ വരുന്നത് എങ്ങനെയാണ് ഒരു ഫ്ലാഷ് ലൈറ്റ് അതായിട്ടായിരിക്കും ഈ ചാർജ് ഗ്രൗണ്ടിലോട്ട് എത്തുന്നത്. The total time required for such a stepped leader to reach the ground may be 20 millisecond. അപ്പോൾ നമുക്ക് ഇതെന്താണ് ഒറ്റ ഇതായിട്ടായിരിക്കില്ല വരുന്നത്. ഓക്കെ, ഒറ്റ ഇതിൽ ഗ്രൗണ്ടിൽ എത്തില്ല, ഒറ്റ ഡിസ്റ്റൻസിൽ ഗ്രൗണ്ടിൽ എത്തില്ല. അതാണ് ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ ഇൻ്റർവെൽ, അതായത് ഒരു 100 മൈക്രോ സെക്കൻഡ് ഓരോ സ്ട്രീമറും റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 100 മൈക്രോ സെക്കൻഡ്സ് ആയിട്ട് എടുക്കും. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഏകദേശം ഒരു 20 മില്ലി സെക്കൻഡ് ടൈം എടുക്കും ഒരു ലീഡറിന് ഗ്രൗണ്ടിൽ എത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, അതായത് നമുക്കിതാ ഈ ഫിഗറിൽ കാണാൻ പറ്റും. ഓക്കെ, ഈ ഫിഗറിൽ എങ്ങനെയാണ് ഫസ്റ്റ് ജസ്റ്റ് ഒരു ഇതുണ്ടായി, പക്ഷെ അത് ഗ്രൗണ്ടിൽ എത്തിയില്ല. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അത് തിരിച്ചു പോയത് 100 മൈക്രോ സെക്കൻഡാണ് ഒരു ലീഡറിനുള്ളത്. അങ്ങനെ ഇത് ഫസ്റ്റ് ഒരു ലീഡർ അത് ഗ്രൗണ്ടിൽ എത്താൻ വേണ്ടി, അതിന് നമ്മൾ സ്റ്റെപ്ഡ് ലീഡർ എന്ന് പറയും. അപ്പോൾ അതിന് ഗ്രൗണ്ടിൽ എത്താൻ വേണ്ടി ഏകദേശം ഒരു 20 മില്ലി സെക്കൻഡ് ടൈം എടുക്കും. ഓക്കെ, അപ്പോൾ ഈ ലൈറ്റ്നിങ് സ്ട്രോക്കും അതിൻ്റെ ഇലക്ട്രിക്കൽ ഡിസ്ചാർജും ഡ്യൂ ടു ലൈറ്റ്നിങ് ആർ എക്സ്പ്ലെയിൻ ബേസ്ഡ് ഓൺ സ്ട്രീമർ ഓർ കാനൽ തിയറി ഫോർ സ്പാർക്ക് ഡിസ്ചാർജസ്. ആ തിയറി, സ്ട്രീമർ തിയറി അല്ലെങ്കിൽ കാനൽ തിയറി വെച്ചിട്ടാണ് നമ്മൾ ലൈറ്റ്നിങ് സ്ട്രോക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഇലക്ട്രിക് ഡിസ്ചാർജൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. Okay, after the leader touches the ground, the return stroke follows. Hence, the positive charge returns to the cloud, neutralizing the negative charge, and hence a heavy current flows through the path. അപ്പോൾ നമ്മുടെ ഗ്രൗണ്ടിൽ പോസിറ്റീവ് ചാർജ് ഉണ്ട്. ഈ ക്ലൗഡിൻ്റെ ഈ ക്ലൗഡിൻ്റെ ഏറ്റവും താഴ്ഭാഗത്ത് ലോവർ പാർട്ടിൽ നമ്മൾ നെഗറ്റീവ് ചാർജ് എന്ന് പറയുന്നത്. അപ്പം ഇത് നമ്മുടെ ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുന്ന ആ സമയത്ത് എന്ത് സംഭവിക്കും, ഈ ഒരു റിട്ടേൺ സ്ട്രോക്ക്, അതായത് ഒരു തിരിച്ചു പോക്കുണ്ടാവും. ഓക്കെ, അപ്പോൾ ഒരു തിരിച്ചു പോക്കിൽ എന്ത് സംഭവിക്കും, ഈ നെഗറ്റീവ് ചാർജും ഗ്രൗണ്ടിലുള്ള പോസിറ്റീവ് ചാർജും എന്തായിപ്പോവും, ന്യൂട്രലൈസ്ഡ് ആയിപ്പോവും. ആ സമയത്താണ് ഒരു ഹെവി കറണ്ട് ആ പാത്ത് വഴി ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ as the leader moves towards the ground, positive charge is directly accumulated under the head of the stroke or canal. By the time the stroke reaches the ground or comes sufficiently near the ground, the electrical field intensity on the ground side is sufficiently large to build up the path. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ അത് ഒന്നുകിൽ ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത് എത്തുകയോ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഒരു പാത്ത് ഉണ്ടാവും. ആ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിക്ക് വേണ്ടി ഒരു പാത്ത് ഉണ്ടാവും. ഹെൻസ് ദ പോസിറ്റീവ് ചാർജ് റിട്ടേൺസ് ടു ക്ലൗഡ്, ന്യൂട്രലൈസിങ് ദ നെഗറ്റീവ് ചാർജ്. അങ്ങനെ ഈ പോസിറ്റീവ് ചാർജ് ക്ലൗഡിൽ പോയിട്ട് അവിടുത്തെ നെഗറ്റീവ് ചാർജുമായിട്ട് ന്യൂട്രലൈസ് ചെയ്തിട്ട് ഹെവി കറണ്ട് ഫ്ലോസ് ടു ദ പാത്ത്. അപ്പോൾ ഇതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ഈ വെലോസിറ്റി ഓഫ് ദ റിട്ടേൺ സ്ട്രോക്ക്, അതായത് തിരിച്ചു പോകുന്ന സ്ട്രോക്കിൻ്റെ വെലോസിറ്റി ഇറ്റ് റേഞ്ചസ് ഫ്രം 0.05 to 0.5 ടൈംസ് ദ വെലോസിറ്റി ഓഫ് ലൈറ്റ്. ഓക്കെ, അതിൻ്റെ കറണ്ട് എങ്ങനെയായിരിക്കും, ഒരു ഹെവി കറണ്ടാണ് ഫ്ലോ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കറണ്ട് വിൽ ബി ഓഫ് ദ ഓർഡർ 1000 to 250,000 ആംപിയർ ആയിരിക്കും അതിൻ്റെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ദി ഡ്യൂറേഷൻ ഓഫ് മെയിൻ ഓർ റിട്ടേൺ സ്ട്രോക്ക് ഈസ് അബൌട്ട്, അതായത് തിരിച്ചു പോകണം ആ റിട്ടേൺ സ്ട്രോക്കിൻ്റെ ഡ്യൂറേഷൻ 100 മൈക്രോ സെക്കൻഡ്സിന് മുകളിലായിരിക്കും. അത് നേരത്തെ നമ്മൾ സ്റ്റെപ്ഡ് ലീഡറിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 20 മില്ലി സെക്കൻഡ് ആയിരുന്നു. അതായത് ഓരോ സ്റ്റെപ്പിനും 100 മൈക്രോ സെക്കൻഡ്. ആ ഒരു 100 മൈക്രോ സെക്കൻഡ് റിട്ടേൺ സ്ട്രോക്കിന് വേണ്ടി എടുക്കത്തുള്ളൂ. And the return stroke also may develop branches, but the charges in the branches are neutralized in succession so that their further progress is arrested. അപ്പം ഈ റിട്ടേൺ സ്ട്രോക്കിനും ബ്രാഞ്ചസ് കാണും, പക്ഷേ അത് ന്യൂട്രലൈസ് ആയി പോകുന്നുണ്ട്. ആ ബ്രാഞ്ചസിനെ പറ്റി നമ്മൾ പറയുന്നില്ല. Okay, after the completion of the return stroke, a much smaller current of 100 to 1000 ampere may continue to flow, which persists approximately for 20 milliseconds. അതായത് ഈ റിട്ടേൺ സ്ട്രോക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഒരു ചെറിയ കറണ്ട്, അതായത് 100 to 1000 ആംപിയർ എന്ന് പറയുന്ന ഒരു ചെറിയ കറണ്ട് അവിടെ പെർസിസ്റ്റ് ചെയ്യും. അതായത് ഒരു 20 മില്ലി സെക്കൻഡ് ടൈമിലേക്ക് അതവിടെ പെർസിസ്റ്റ് ചെയ്യും. ഓക്കെ,
ഇനി നമുക്ക് മാത്തമാറ്റിക്കൽ മോഡൽ ഓഫ് ലൈറ്റ്നിങ്ങിൻ്റെ മാത്തമാറ്റിക്കൽ മോഡലിംഗ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഡ്യൂറിങ് ദ ചാർജ് ഫോർമേഷൻ പ്രോസസ് ദ ക്ലൗഡ് മേ ബി കൺസിഡർഡ് ടു ബി എ നോൺ കണ്ടക്ടർ. അതായത് ചാർജ് ഫോം ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും, ക്ലൗഡ് എന്ന് പറയുന്ന ഒരു നോൺ കണ്ടക്ടർ ആയിരിക്കും. ഹെൻസ് വേരിയസ് പൊട്ടൻഷ്യൽസ് മേ ബി അസ്യൂംഡ് അറ്റ് ഡിഫറെൻറ്റ് പാർട്സ്. അതായത് പല പാർട്സിലും പല പൊട്ടൻഷ്യൽസ് നമ്മൾ അസ്യൂം ചെയ്യും. ഇഫ് ദ ചാർജിങ് പ്രോസസ് ഈസ് കണ്ടിന്യൂ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, it is probably that the gradient at certain parts of the charged region exceeds the breakdown strength. ആ breakdown strengthനെ exceed ചെയ്യും. അങ്ങനെയാണ് എന്ത് സംഭവിക്കുന്നത്, ബ്രേക്ക് സംഭവിച്ച് ഈ സ്ട്രോക്ക് ഉണ്ടാകുന്നത്. ഓക്കെ, the lightning stroke may be thought to be a current source of value I0 with a source impedance Z0 discharging to ground. അപ്പോൾ ലൈറ്റ്നിങ് സ്ട്രോക്ക് എന്ന് പറയുന്നത് നമ്മളൊരു കറണ്ട് സോഴ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, I0. അതിൻ്റെ ഒരു സോഴ്സ് ഇമ്പിഡൻസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് Z0 എന്ന് നമ്മൾ എടുക്കും. ഓക്കെ, ഇഫ് ദ സ്ട്രോക്ക് സ്ട്രൈക്സ് ആൻ ഒബ്ജക്റ്റ് ഓഫ് ഇമ്പിഡൻസ് Z, അതായത് ഇത് എർത്തിൽ വന്ന് ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിലോ അല്ലെങ്കിൽ ഡയറക്റ്റ് എർത്തിലോ ഒക്കെ ആയിരിക്കുമല്ലോ ടച്ച് ചെയ്യുന്നത്. ആ ടച്ച് ചെയ്യുന്ന ഒബ്ജക്റ്റിൻ്റെ ഇമ്പിഡൻസ് നമ്മൾ Z ആയിട്ട് എടുത്തു. അതായത് ഈ ലൈറ്റ്നിങ് എർത്തിലുള്ള ഏത് ഒബ്ജക്റ്റിലാണോ ടച്ച് ചെയ്യുന്നത് ആ ഒബ്ജക്റ്റിൻ്റെ ഇമ്പിഡൻസ് എന്താണ്, Z ആയിട്ട് എടുത്തു. ദെൻ ദ വോൾട്ടേജ് ബിൽഡ് അക്രോസ് ഇറ്റ്. അപ്പം അതിലുണ്ടാകുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് എങ്ങനെ എടുക്കാൻ പറ്റും, നമുക്ക് V is equal to IZ എന്ന് എടുക്കാൻ പറ്റും. ഓക്കെ, I എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, നമ്മുടെ I0 എന്ന് പറയുന്നത് സോഴ്സ് വാല്യൂ. Z എന്ന് പറയുന്നത് എന്തായിരിക്കും, Z0. അപ്പം നമ്മൾ സോഴ്സ് ഇമ്പിഡൻസ് എടുക്കും, ഒബ്ജക്റ്റിൻ്റെ ഇമ്പിഡൻസ് എടുക്കും. Z ഇൻറ്റു Z0 ബൈ ടോട്ടൽ ഇമ്പിഡൻസ് Z പ്ലസ് Z0. ഓക്കെ, അതിൽ നിന്ന് നമ്മൾ Z0 കൊണ്ട് കോമൺ ആയിട്ട് എന്ത് ചെയ്ത് ഡിവൈഡ് ചെയ്തു. കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരും, I0 ഇൻറ്റു Z ബൈ 1 പ്ലസ് Z ബൈ Z0 എന്ന് വരും. ഓക്കെ, ഇനി ദ സോഴ്സ് ഇമ്പിഡൻസ് ഓഫ് ലൈറ്റ്നിങ് ചാനൽസ് ആർ നോട്ട് എക്സാക്ട്ലി ബട്ട് ഇറ്റ് ഈസ് എസ്റ്റീംഡ് ടു അബൌട്ട് 1000 to 3000 ഓം. അപ്പം ലൈറ്റ്നിങ് ചാനൽസിൻ്റെ സോഴ്സ് ഇമ്പിഡൻസ് എന്താണ് എക്സാക്ട്ലി നമുക്കറിയില്ല. സോ ഒരു 1000 to 3000 ഓം വരെ എടുക്കും. അതുപോലെ നമ്മുടെ ഒബ്ജക്റ്റ് എർത്തിലുള്ള ഒബ്ജക്റ്റ് എന്താണ്, ട്രാൻസ്മിഷൻ ലൈൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും നമ്മൾ എർത്തിലുള്ള ഒബ്ജക്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഇമ്പിഡൻസ് എന്ന് പറയുന്നത് എന്താണ്, 500. ട്രാൻസ്മിഷൻ ലൈൻസിൻ്റെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ 500 ഓമിന് താഴെ ആയിരിക്കും. ഓവർ ഹെഡ് ലൈൻസിനൊക്കെ ആണെങ്കിൽ 300 to 500 ഓം ആയിരിക്കും. ഗ്രൗണ്ട് വയേഴ്സിനൊക്കെ ആണെങ്കിൽ 100 to 150 ഓം ആയിരിക്കും. ടവേഴ്സിനൊക്കെ ആണെങ്കിൽ 10 to 50 ഓം ആയിരിക്കും. അപ്പോൾ ഈ സോഴ്സ് ഇമ്പിഡൻസ്, അതായത് ലൈറ്റ്നിങ് ചാനൽസിൻ്റെ സോഴ്സ് ഇമ്പിഡൻസിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒബ്ജക്റ്റിൻ്റെ ഇമ്പിഡൻസ് എന്താണ്, വളരെ കുറവാണ്. സോ നമ്മുടെ Z ബൈ Z0 വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, എന്തായാലും ലെസ് ദാൻ 0.1 ആയിരിക്കും. സോ അതുകൊണ്ട് നമുക്കതിനെ നെഗ്ലക്റ്റ് ചെയ്ത് കളയാൻ പറ്റും. ഓക്കെ, കാരണം സോഴ്സ് ഇമ്പിഡൻസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അത്രയും ഹയർ വാല്യൂ ആണ്, നമ്മുടെ ഒബ്ജക്റ്റിൻ്റെ ഇമ്പിഡൻസ് എന്ന് പറയുന്നത് അത്രയില്ല. അപ്പം നമ്മുടെ ഈ ഇക്വേഷനിൽ വിയുടെ ഇക്വേഷനിൽ Z ബൈ Z0 എന്ന് പറയുന്ന വാല്യൂ എന്തായിരിക്കും, നമുക്ക് നെഗ്ലക്റ്റ് ചെയ്ത് കളയാൻ പറ്റും. അപ്പോൾ കറൻ്റ്ലി നമ്മുടെ വിയുടെ ഇക്വേഷൻ എന്ത് വരും, V is equal to I0 into Z എന്ന് പറയും. ഹെൻസ് ദ വോൾട്ടേജ് റൈസ് ഓഫ് ലൈൻസ് മേ ബി ടേക്കൺ ടു ബി അപ്രോക്സിമേറ്റ്ലി V is equal to I0 Z. വേറെ I0 എന്ന് പറയുന്നത് എന്താണ്, ലൈറ്റ്നിങ് സ്ട്രോക്ക് കറണ്ടും. Z എന്ന് പറയുന്നത് എന്താണ്, ലൈൻ ഇൻറ്റു സർജ് ഇമ്പിഡൻസ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് ലൈറ്റ്നിങ്ങും അതിൻ്റെ മാത്തമാറ്റിക്കൽ മോഡലിംഗ്, മെക്കാനിസം ഓഫ് ലൈറ്റ്നിങ് ഒക്കെ. ഇനി സെക്കൻഡ് പോർഷൻ ഒരു ട്രാവലിംഗ് വേവ് ഓഫ് ട്രാൻസ്മിഷൻ ലൈനുണ്ട്, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ.